ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കുറച്ച് സിവിൽ സർവീസ് ആസ്പിറൻസ് ആണ്. അപ്പോൾ തന്നെ ചോദ്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കും. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കാത്തൊരു ടൈമാണ്. പക്ഷെ എന്നാലും വളരെ കമ്മിറ്റഡ് ആയിട്ട് വലിയൊരു വിഷൻ കാണുന്ന ഒരുപാട് ആസ്പിറൻസും ഉണ്ട്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ സിവിൽ സർവീസ് പഠനം ആരംഭിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഉറപ്പായിട്ടും അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ്. വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യം തന്നെയാണ്. കാരണം കോളേജാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം. അതിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നു. ഈ പരിചയപ്പെടുന്ന സുഹൃത്തുക്കൾ ഒരുപാട് വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടാവുന്നു. ഇതിലുള്ള എല്ലാവർക്കും ഒരുപാട് അംബീഷൻസ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും. ചിലർക്ക് അതിനുശേഷം ആർമിയിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബാങ്ക് എക്സാം എഴുതി പാസ്സാവണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു എംപ്ലോയി ആയി മാറണം. സോ ചിലർക്ക് ബിസിനസ് ചെയ്യണം എന്നായിരിക്കും. അങ്ങനെ ഒരുപാട് അംബീഷൻസ് ഉള്ള ഒരു വലിയൊരു സുഹൃത്ത് വലയത്തിനോടൊപ്പമാണ് നമ്മൾ കോളേജിൽ സഞ്ചരിക്കുന്നത്. നല്ലതാണ്, എല്ലാവരുടെ കൂടെ സഞ്ചരിക്കുക, ഒരുപാട് കാര്യങ്ങൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടാണ് കോളേജ് ടൈം. പക്ഷേ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു അംബീഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ സിവിൽ സർവീസ് സ്വപ്നം കാണുമ്പോൾ അതേ എല്ലാവരുടെ സെലിബ്രേഷനിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ നമുക്കൊരു കൃത്യമായൊരു വിഷൻ ഉണ്ടായിരിക്കണം, കൃത്യമായൊരു ഡ്രീം അല്ലെങ്കിൽ അംബീഷൻ ഉണ്ടായിരിക്കണം. ആ ഡ്രീമിന് വേണ്ടി ഡെഫിനറ്റ്ലി അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എക്സ്ക്ലൂസീവായിട്ട് മാറ്റി വെക്കുകയും വേണം. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അതേ കാര്യം അല്ലെങ്കിൽ മറ്റൊരു സമയം മാറ്റി വെക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് വലിയൊരു സ്വപ്നം നേടാനുള്ളത് കൊണ്ട് ഡെഫിനറ്റായിട്ടും നിങ്ങൾ കുറച്ച് സമയം അതിനു വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് മാറ്റി വെക്കണം. സോ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പറയുന്നത്, എന്തൊക്കെയാണ് കോളേജിൽ പഠിക്കുമ്പോൾ സിവിൽ സർവീസസ് എനിക്ക് നേടിയെടുക്കണം. കാരണം പത്രങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ടാവാം. കാരണം 22ഉം 23ഉം വയസ്സിൽ സിവിൽ സർവീസ് നേടുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടുകയാണ്. സോ അതെന്തുകൊണ്ടാണെന്ന് പത്രത്തിലൊക്കെ നോക്കാറുണ്ട്. ചിലപ്പോൾ ഹീസ് എ യങ്ങസ്റ്റ് സിവിൽ സർവൻറ്റ് അറ്റ് ദി ഏജ് ഓഫ് 22, 23, ഹീസ് ബിക്കമിങ് എൻ IAS ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്കതാകാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. ഇത് സാധ്യമാണോ? എന്നാൽ ഇത് സാധ്യമാണ് കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കോളേജിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. കറക്റ്റായിട്ട് കോളേജിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. സോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന ചോദ്യത്തിൻ്റെ ആദ്യ ഉത്തരമാണ് നല്ലൊരു സബ്ജക്റ്റ് ഓവർവ്യൂ ഉണ്ടാക്കിയെടുക്കണം. എന്താണ് ഈ സബ്ജക്റ്റ് ഓവർവ്യൂവും സബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഉദാഹരണത്തിന് ജോഗ്രഫി പഠിക്കുകയാണ് നമ്മൾ. ജോഗ്രഫി നമ്മൾ പഠിക്കുമ്പോൾ മുഴുവൻ സബ്ജക്റ്റും പഠിക്കുകയാണെങ്കിൽ നമ്മൾ ജോഗ്രഫി മുഴുവൻ പഠിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ സബ്ജക്റ്റ് ഓവർവ്യൂ എന്ന് പറയുന്നത് ജോഗ്രഫിയുടെ സ്റ്റോറി പഠിക്കുക എന്നുള്ളതാണ്. ലേൺ ദ സ്റ്റോറി ഓഫ് ജോഗ്രഫി. ജോഗ്രഫിയുടെ കഥ പഠിക്കാം. ആ കഥ പഠിക്കുന്നതും സബ്ജക്റ്റ് മുഴുവൻ പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദ സ്റ്റോറി ഓഫ് ജോഗ്രഫി എന്ന് പറയാൻ കാരണം എന്തൊക്കെയാണ് ജോഗ്രഫിയിൽ പഠിക്കേണ്ടത്, എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് സിവിൽ സർവീസിൻ്റെ സിലബസിൻ്റെ ഭാഗമായി അറിയേണ്ടത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയാൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വിജയിച്ചു. അതേപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എൻവയോൺമെൻറ്റൽ സയൻസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ടോപ്പിക്കുകളുടെ സ്റ്റോറി മനസ്സിലാക്കുക. അതാണ് സബ്ജക്റ്റ് ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് NCERT പുസ്തകങ്ങളാണ്. എല്ലാവരും പറഞ്ഞു കേട്ട പോലെ തന്നെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT തന്നെയാണ് സിവിൽ സർവീസസ് പ്രിപ്പറേഷൻ്റെ ഏറ്റവും വലിയ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് കോളേജിൽ ഈ NCERT 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ബേസിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് 11th and 12th എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, NCERTകളും കൂടെ നന്നായി വായിക്കാൻ കോളേജിൽ സമയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ഓവർവ്യൂ കിട്ടും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ഹാവ് ടു ഡു. സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് ആൻസർ റൈറ്റിംഗ്. കാരണം സിവിൽ സർവീസ് പരീക്ഷയുടെ 2ാം ഘട്ടമായ മെയിൻസ് പരീക്ഷയിൽ ആൻസർ റൈറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഉത്തരം എഴുതേണ്ടതാണ്. ആൻഡ് യു നോ ദാറ്റ് റൈറ്റിംഗ് ആൻസർ ഡസൻ കം ഓവർ എ നൈറ്റ്. ഒരു രാത്രി കൊണ്ട് നമുക്കൊരു വലിയൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ വലിയൊരു എഴുത്തുകാരൻ്റെ ഒരു സ്കില്ലൊന്നും ഇവിടെ ആവശ്യമില്ല. എന്നാൽ പോലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണ്. സോ ഈ സമയം, കോളേജ് സമയത്തിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഫൈൻഡ് ടൈം ടു റൈറ്റ് ആൻസേഴ്സ് സോ ദാറ്റ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ആൻസേഴ്സ് എഴുതുന്ന ലെവലിൽ ട്യൂൺ ആവട്ടെ. കൈ ഒന്ന് കുറച്ചും കൂടെ ഒരു പ്രാക്ടീസ് മോഡിലേക്ക് വരണം എന്നില്ലേ. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് സഹായിക്കും പിന്നീടുള്ള യാത്രകളിൽ. മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. കാരണം പ്രിലിമിനറി എക്സാം മൊത്തത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതും ഒരു വളരെ സ്ട്രാറ്റജിക്കും വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതും നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ് കോളേജ് ടൈം.
സോ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ചോദ്യമോ കറണ്ട് അഫയേഴ്സിനോ പേപ്പേഴ്സിനോ ഇന്ന് ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. ഈ MCQ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നതാണെങ്കിൽ തെറ്റാണ്. കാരണം നിങ്ങൾ പരീക്ഷ എഴുതുമ്പോഴേക്കും കറണ്ട് അഫയേഴ്സ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി കാണും. സോ ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിന്റെ നോർമൽ ദിനചര്യയാണ്. ഇറ്റ് ഷുഡ് ബി എ ഹാബിറ്റ് ഓഫ് യുവർ ലൈഫ്. നാളെ സിവിൽ സർവൻറ്റ് ആയി കഴിഞ്ഞാലും ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. സോ അത് വായിച്ച് നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു റൈറ്റ് നൗ. സോ പത്രം വായിച്ചു തുടങ്ങുക. കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമല്ല, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഐ വുഡ് സജസ്റ്റ് ഇസ് ലോജിക്കൽ റീസണിങ്ങും ബേസിക് ന്യൂമറസിയും. കാരണം സിവിൽ സർവീസിൽ പ്രിലിംസിൽ പേപ്പർ 2 CSAT എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അതിൽ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരുപാട് പേർക്ക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബേസിക് ന്യൂമറസി ഒന്നും ഇഷ്ടമല്ല. സോ അത് നമ്മൾ അതിൽ നിന്നും ഒളിച്ചോടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു നോർമൽ സ്ട്രാറ്റജി. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വഴുതി മാറി പോവുക. സോ ദാറ്റ് ആ ഒരു സ്ട്രാറ്റജി തെറ്റാണ്. കാരണം ഇപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി മാറിക്കഴിഞ്ഞു. സോ നിങ്ങൾക്ക് മാത്സിലോ ലോജിക്കൽ റീസണിങ്ങിലോ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദ ടൈം ടു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ്. അതും കൂടെ നന്നായി ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ ഡെഫിനറ്റ്ലി ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, സബ്ജക്ട് ഓർവിയുടെ കാര്യം പറഞ്ഞു, ആൻസർ റൈറ്റിംഗ് പറഞ്ഞു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പറഞ്ഞു, പത്രം വായിക്കാൻ പറഞ്ഞു, ബേസിക് ന്യൂമറസി, ലോജിക്കൽ റീസണിങ് ഒക്കെ ഒരു 10ാം ക്ലാസ്സിൻ്റെ ഒരു ലെവലിൽ വരെ പഠിക്കാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡ് സേ ദാറ്റ് യു വിൽ മൂവ് ആൻ എക്സ്ട്രാ പെർസെൻറ്റേജ്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെ കാട്ടും ഒരു ശരിയായ സിവിൽ സർവീസ് ആസ്പിരന്റ് എന്ന രീതിയിൽ ഡെഫിനറ്റ്ലി ഒരു എക്സ്ട്രാ പെർസെൻറ്റ് ഒരു സാധാരണ നോർമൽ ആസ്പിരന്റിനെ കാട്ടും മുകളിൽ നിങ്ങൾ എത്തും. സോ അതിനുശേഷം നിങ്ങൾ ഗ്രാജുവേഷന് ശേഷം സിവിൽ സർവീസ് പരീക്ഷ ശരിക്കും ഒരു വർഷമൊക്കെ നന്നായി എഫേർട്ട് ഇട്ട് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് വൺ തിങ് ഇസ് ഗ്യാരണ്ടീഡ്. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ബേസിക് സ്ക്രാച്ച് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 2 3 പടി മുകളിൽ ഒരു ഫൗണ്ടേഷനോടെ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്ട്രാറ്റജി കിട്ടാൻ പോകുന്നതും. സോ ഇത് നിങ്ങൾ കൃത്യമായി കോളേജിൽ പഠിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ ഐ റിയലി വിഷ് ദാറ്റ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഐ റിയലി വിഷ് ദാറ്റ് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IAS കാരനോ IAS കാരിയോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റായി മാറാൻ സാധിക്കട്ടെ എന്ന് റിയലി ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.